بالعالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. ما بعد. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. كيف حالكم؟ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളും അള്ളാഹു അവൻ്റെ മഹല് ഫضل കൊണ്ട് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കാനും പഠിക്കാനും അതിലുപരിയായി അവിടുത്തെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനൊക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു, മതാ അഹ്ദുക ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അവസാനമായി കണ്ടത് അവിടുത്തെ അടുക്കൽ പോയി ഇരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാലി ബിഹി അഹ്ദുൻ മുൻദു കഥ വക്കഥ, ഇന്ന ദിവസം മുമ്പ്, അതായത് കുറച്ച് നാളായിട്ട് നബി തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, അവിടുത്തെ അടുക്കൽ പോയിരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഫനാലത്ത് മിന്നി, എന്നെ ഉമ്മ ഒരുപാട് ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ദഈനി ആതി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗസല്ലി മഅഹുൽ മഗ്രിബ് വഅസ്അലുഹു അൻ യസ്തഗ്ഫിറ ലി വലക്, എന്നെ വിട്ടേക്ക്, ഞാൻ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് നബി തങ്ങളുടെ അടുക്കൽ പോവാം, എന്നിട്ട് മഗ്രിബും ഇശായും വേണമെങ്കിൽ അവിടെ നമസ്കരിച്ചിട്ട് നബി തങ്ങളോട് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പാപമോചനത്തെയൊക്കെ തേടിയിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മഗ്രിബ് നമസ്കരിച്ചു. മഗ്രിബ് കഴിഞ്ഞ ഉടനെ നബി തങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം ഇശ ആയപ്പം നബി തങ്ങളുടെ കൂടെ ഞാൻ ഇശായും നമസ്കരിച്ചു. ഇശ നമസ്കരിച്ചതിന് ശേഷം നബി തങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ നടന്നു, ഞാനും പിന്നാലെ നടന്നു. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നതിന് ശേഷം നബി തങ്ങളുടെ മുമ്പിൽ എന്തോ ഒരു രൂപം ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. നബി തങ്ങൾ എന്തോ സംസാരിക്കുന്ന പോലെയും തോന്നി, പക്ഷേ ആരെയും ഞാൻ കാണുന്നില്ല. അതിനുശേഷം നബി തങ്ങൾ തിരിഞ്ഞപ്പം എന്നെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, മൻ ഹാദ, ആരാ ഇത്? ഹുദൈഫയാണെന്ന് തോന്നല്ലോ. ഞാൻ പറഞ്ഞു, അതേ നബിയെ, ഹുദൈഫയാണ്. മാ ഹാജത്തുക്, എന്താണ് നിൻ്റെ ആവശ്യം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉമ്മ എന്നെ അയച്ചതാണ്, എനിക്ക് വേണ്ടിയും ഉമ്മാക്ക് വേണ്ടിയും പാപമോചനത്തെ തേടണം. അവിടെ നിരളി ഗഫറല്ലാഹു ലക വലി ഉമ്മിക്ക. സഹാബാക്കൾ അതിന് ഭയങ്കര ആവേശം കാണിച്ചു, നബി തങ്ങളുടെ ഒരു ദുആ കിട്ടാൻ, നബി തങ്ങളുടെ ഒരു ഇസ്തിഗ്ഫാർ കിട്ടാൻ വേണ്ടിയൊക്കെ. അപ്പോൾ നിനക്കും നിൻ്റെ ഉമ്മക്കും അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ നബി ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഒരാളോട് സംസാരിക്കുന്നതായിട്ട് നീ കണ്ടിരുന്നോ? ആ നബിയെ കണ്ടിരുന്നു. എന്താണ് സംഭവം? അവിടുന്ന് അരളി, ഇന്നഹാദ മലക്കുൻ ലം യൻസിലിൽ അർള ഖത്തു ഖബ്ലൽ ലൈല, ഇതൊരു മലക്കാണ്, ഇന്നത്തെ രാത്രിക്ക് മുമ്പ് ഒരിക്കലും അത് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടേയില്ല. ഇന്ന് ഇസ്തഅദന റബ്ബഹു, അതിൻ്റെ രക്ഷിതാവിനോട് ഒരു പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ട് ഭൂമിയിലേക്ക് വന്നതാണ്, ഇനി മുമ്പ് ഒരിക്കലും വന്നിട്ടില്ല. എന്തിനാ പെർമിഷൻ വാങ്ങിയത്? എൻ്റെ മേൽ സലാം പറയാനും എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനും വേണ്ടിയിട്ട് പ്രത്യേക പെർമിഷൻ ചോദിച്ചിട്ട് വന്ന. എന്താ സന്തോഷ വാർത്ത? ബി അന്ന ഫാത്തിമത സയ്യിദതു നിസാഇ അഹ്ലിൽ ജന്ന വ അന്നൽ ഹസന വൽ ഹുസൈൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. സന്തോഷ വാർത്ത, ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൻ്റെ അഹ്ലുകാരായ സ്ത്രീകളുടെ നേതാവായിരിക്കും. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ, അങ്ങയുടെ പേരമക്കൾ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവായിരിക്കും. ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു മലക്ക് റബ്ബിനോട് പ്രത്യേക പെർമിഷൻ ചോദിച്ച് വാങ്ങിയിട്ട് അന്നത്തെ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുക. അതിന് മുമ്പ് ഒരിക്കലും ഇറങ്ങിയിട്ടില്ലെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത്രയും ശ്രേഷ്ഠതയുള്ള ആളെക്കുറിച്ച് മാത്രം. ഒന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച്, അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. അപ്പോൾ അവരെ സ്നേഹിക്കൽ, അവരെ മുഹബ്ബത്ത് വെക്കൽ നല്ല കാര്യമൊന്നല്ല, മറിച്ചോ നമ്മുടെ മേൽ വാജിബായ കാര്യം, നിർബന്ധമായ കാര്യം. നബി തങ്ങൾ നമ്മളോട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ട് പോയ കാര്യം. അള്ളാഹു അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ മനസ്സിൽ നിറച്ചു തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം
നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബദറിന് ശേഷം ഉഹദിന് മുമ്പ് നടന്ന സംഭവങ്ങളെ പറ്റിയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ബദർ കഴിഞ്ഞ ഉടനെ നടന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അത് ബദർ കഴിഞ്ഞ ഉടനെ നടക്കുന്ന സംഭവം കേട്ടോ. അപ്പം നമ്മൾ കല്യാണാലോചന വരുന്നതും മഹർ കൊടുക്കുന്നതും ഒക്കെ പറ്റിയിട്ട് ചെറുങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് പറയാനുള്ളത് സ്ത്രീധനം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചാണ് തുടക്കത്തിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിച്ചയക്കുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകാൻ, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ എന്തൊക്കെ സാധനങ്ങളായിരുന്നു കൊടുത്തയച്ചത്? അന്നത്തെ മദീനത്തെ കിരീടം വെക്കാത്ത രാജാവിൻ്റെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ രാജ്ഞി എന്ന് പറയാം. ഒരു രാജ്ഞിയെ വിവാഹം ചെയ്തയക്കുന്ന സമയത്ത് ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തയക്കുന്ന സമയത്ത് രാജാവ് അല്ലെങ്കിൽ പിതാവ് കൊടുത്തയക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കിതാബുകളിൽ വന്നിട്ട് നമുക്കത് വായിക്കാം. 1 ഖമീൽ, ഒരു കമ്പിളി പുതപ്പ്. 2 ഖിർബത്ത്, ഒരു തോൽപാത്രം. 3 വിസാദത്ത് ഉദും, ഒരു തോല് കൊണ്ടുള്ള തലയണം. ഹഷ്ഫുഹ ഇദ്ഖർ, അതിൻ്റെ ഉള്ളിൽ നിറച്ചിരുന്നത് ഇദ്ഖർ എന്ന പുല്ലായിരുന്നു. പിന്നെ ചില കിതാബുകളിൽ വരുന്നുണ്ട് ഒരു ആസുകല്ല്, ആട്ടുകല്ല്. ഇത്രയും സാധനങ്ങളായിരുന്നു അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പം കൂടെ കൊടുത്തായിരുന്നിരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കാനൊന്നും കയ്യിലില്ലായിരുന്നു. അത്രയും ലളിതമായിരുന്നു അവരുടെ വിവാഹം. നമ്മുടെയൊക്കെ ചിലരുടെ വിചാരം ആഡംബരങ്ങളും ആർഭാടങ്ങളും ഉണ്ടെങ്കിലും മാത്രമേ വിവാഹം ക്ഷേമമാവുന്ന, അപ്പം മാത്രമേ വൈവാഹിക ജീവിതം സന്തോഷത്തിലാക്കാൻ കഴിയുന്ന. അങ്ങനെയല്ല. അവരുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ അവരുടെയൊക്കെ വിവാഹം ഇത്രയും ലളിതമായിരുന്നെങ്കിലും 1400 വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവരവരുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് മാതൃകയാവുകയാണ്. നമ്മളൊക്കെ നമ്മുടെ നിക്കാഹിൻ്റെ സദസ്സുകളിൽ സാധാരണ ദുആ ചെയ്യുന്നത് തന്നെ അല്ലാഹുവേ ഞങ്ങളുടെ ഈ ദമ്പതികളെയും ഫാത്തിമയും അലിയെയും പോലെയുള്ള ദമ്പതികളാക്കി മാറ്റണേ റളിയല്ലാഹു അൻഹുമ. കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ വിഭവങ്ങളും ആഡംബരങ്ങളൊക്കെ കുറവായിരുന്നെങ്കിലും അവർ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി പ്രാവർത്തികമാക്കിയപ്പോൾ അള്ളാഹു അവരുടെ ഇടയിൽ യോജിപ്പും പരസ്പരമുള്ള സഹകരണവും ഐക്യവും മഹബത്തും ഒക്കെ നൽകിയിട്ട് അവരുടെ വൈവാഹിക ജീവിതം ഏറ്റവും സുന്ദരമാക്കി കൊടുത്തു. അതല്ലാതെ ആഡംബരങ്ങൾ കൊണ്ടും ആർഭാടങ്ങൾ കൊണ്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയതല്ല. ഇത് അള്ളാഹു തരേണ്ടതാണ്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കൾ ചെലവഴിച്ചാലും 2 ഹൃദയങ്ങൾക്കിടയിൽ ഉൽഫത്തുണ്ടാക്കാൻ നിനക്ക് പറ്റൂല റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഹൃദയങ്ങൾ ആരുടെ? ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഇ റഹ്മാൻ. അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിൽ കിടക്കുന്ന കുലൂബുകൾ, ആ കുലൂബുകളെ യോജിപ്പിക്കാൻ ആർക്കേ സാധിക്കും? അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് അവനെ തഖ്വ ചെയ്ത് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചാൽ ഈ കുലൂബുകൾ ആരടുപ്പിക്കും? അള്ളാഹു അടുപ്പിക്കും. അതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും. ഇനി അപ്പം പിന്നെ കല്യാണാലോചന കഴിഞ്ഞു, മഹർ കഴിഞ്ഞു, സ്ത്രീധനം കഴിഞ്ഞു. ഇനി അടുത്തെന്താ? വലീമ വേണമല്ലേ? അല്ലേ? മംഗലത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ വന്നാൽ ശരിയാവില്ല. അപ്പോൾ വലീമക്ക് വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു ഒരു വഴി കണ്ടെത്തിയിരുന്നു. എല്ലാം ഇങ്ങനെ അമ്മച്ചെടുത്ത് ചോദിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അലി റളിയല്ലാഹുവിനെ കണ്ടെത്തിയിരുന്ന വഴി, അലി റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ കാരണമായിട്ട് ഒരു വയസ്സായ ഒരു ഒട്ടകത്തെ കിട്ടിയിരുന്നു. അപ്പോൾ നബിതങ്ങളുടെ ഓഹരിയിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ യുദ്ധം മുതൽ 5 ഓഹരിയായിട്ട് വിരിക്കും. അതിലൊന്ന് റസൂലുള്ളാഹിക്കും കുടുംബത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ നബിതങ്ങൾക്ക് കിട്ടിയ ഓഹരിയിൽ നിന്ന് ഒരു ഒട്ടകത്തെ നബിതങ്ങളും കൊടുത്തു. അപ്പോൾ അലി റളിയല്ലാഹു ഇപ്പോൾ എത്ര ഒട്ടകമായി? 2 ഷാരിഫ് എന്നാണ് പറയുക. വയസ്സായ പ്രായമെത്തിയ ഒട്ടകത്തിന് ഷാരിഫ് എന്ന് പറയാം. ഷാരിഫാനി 2 ഷാരിഫുകൾ അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അപ്പോൾ കല്യാണ സമയമായപ്പോൾ ഇതിനെ മുതലാക്കിയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് കുറച്ച് പണം സമ്പാദിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത്, അദ്ദേഹം നേരെ ബനൂ ഖൈനുഖാ ഗോത്രത്തിൽ നമ്മൾ പറഞ്ഞു അന്ന് അവർ ആഭരണ പണിക്കാരായിരുന്നു. ആഭരണ പണിക്കാരുടെ അടുത്ത് പോയി ഒരാളെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഇദ്ഖർ എന്ന പുല്ല് എടുക്കുന്ന സ്ഥലം കാണിച്ചു തരണം. കാരണം ഈ ആഭരണ പണിക്കാർ കത്തിക്കാൻ വേണ്ടിയൊക്കെ ഇദ്ഖർ എന്ന പുല്ല് ഉപയോഗിക്കും. ഇദ്ഖർ പല ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കും. ചെറിയ സുഗന്ധമുള്ള ഒരു പുല്ല്, അത് മച്ചിലിടാൻ വേണ്ടി ഉപയോഗിക്കും. ഈ നമ്മൾ ഖബറിൻ്റെ ഉള്ളിൽ കല്ലുകൾക്കിടയിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി അതിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഈ ബനൂ ഖൈനുഖാ ഗോത്രത്തിലെ ആഭരണ പണിക്കാർ അധികമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഇദ്ഖർ എന്ന പുല്ല്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് ആ പുല്ലെടുക്കുന്ന സ്ഥലം കാണിച്ചു തരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ പോയി 2 ഒട്ടകം ഉണ്ടല്ലോ, ഒട്ടകത്തെയും കൊണ്ട് അവിടെ പോയി പരമാവധി പുല്ലുകൾ ഇദ്ഖർ കളക്ട് ചെയ്ത് ഈ ഒട്ടകത്തിൻ്റെ മേലെ വെച്ച് അത് തിരിച്ചു കൊണ്ടുവന്ന് ഈ ബനൂ ഖൈനുഖായിൽ ആഭരണ പണിക്കാർക്ക് വിറ്റിട്ട് അതിൽ നിന്ന് കുറച്ച് പണം സമ്പാദിച്ചിട്ട് വലീമ നടത്താനായിരുന്നു പാവം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം ആ ഒട്ടകത്തെ
ഈ ആളോട് പറഞ്ഞെല്ലാം സെറ്റാക്കി ആ ഒട്ടകത്തെ ഒരു അൻസാരി സഹാബിയുടെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് രണ്ടെണ്ണത്തിനെയും കെട്ടി. എന്നിട്ട് പുല്ലെടുക്കാൻ വേണ്ടി പോകുമ്പം അതിന് ആ സമയത്ത് ആവശ്യമായ സാധനങ്ങളൊക്കെ മൂപ്പര് തയ്യാറാക്കാൻ വേണ്ടി പോയി. അങ്ങനെ മൂപ്പര് കമ്പോളത്തിൽ പോയി ഈ ഒട്ടകത്തിൻ്റെ മേലെ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടണ്ടേ, അതിനുവേണ്ടി ഒട്ടക കട്ടിൽ പോലെ ഒരു പലക കൊണ്ടുള്ള ഒരു സാധനം റെഡിയാക്കി. വഖറായിർ, പിന്നെ ഈ പുല്ലിടാൻ വേണ്ടിയിട്ടുള്ള കീസുകൾ അദ്ദേഹം വാങ്ങിച്ചു. വൽ ഹിബാൽ, എന്നിട്ട് അതൊക്കെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കയറൊക്കെ വാങ്ങിച്ച് മുഴുവൻ സെറ്റപ്പായി. തൻ്റെ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാനുള്ള പിന്നെ ഒരു ചെറിയ പാത്രവും അതുപോലത്തെ സാധനമൊക്കെ ഒപ്പിച്ചു. എല്ലാം സെറ്റായി. ഒട്ടകത്തിനെ കെട്ടിയിരിക്കുന്ന അൻസാരി സഹാബീൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് അദ്ദേഹം സന്തോഷത്തോടു കൂടി വരിക. അവിടെ എത്തുമ്പോൾ അദ്ദേഹം കാണുന്നത് ഫൈദ അന ബിഷാരി ഫൈ, എൻ്റെ 2 ഒട്ടകങ്ങളും ഖദ് ഉജിബത്ത് അസ്നിമത്തുഹ, അതിൻ്റെ ആ പൂഞ്ഞ എന്നല്ല പറയല്ലേ, പൊങ്ങിക്കുന്ന ഭാഗത്തിന് ആ പൂഞ്ഞകൾ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. വബുക്കിറത് ഖവാസിറുഹുമ, 2 എണ്ണത്തിൻ്റെ വയറ് കുത്തിപ്പിളർന്നിരിക്കുന്നു. വഉഖിദ മിൻ അക്ബാദിഹിമ, 2 എണ്ണത്തിൻ്റെ കരൾ പറിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാധനങ്ങളെല്ലാം സെറ്റാക്കി വലിയ പ്രതീക്ഷയോടുകൂടി അതിൻ്റെ കെട്ടാനുള്ള കയറ് വരെ വാങ്ങിച്ചിട്ട് റെഡിയായി വരുമ്പോണ്ട് സംഭവം ഇങ്ങനെ നടന്നിട്ടുള്ളത്. ഫലം അംലിക് ഐനയ്യ ഹീന റഅയ്തുൽ മൻദർ, ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കരഞ്ഞുപോയി, വിഷമം കൊണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നില്ല, കരഞ്ഞുപോയി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, മൻ ഫഅല ഹാദാ, ആരാ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫഅലഹു ഹംസത്തു ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. മറ്റാരുമല്ല ഇത് ചെയ്തത്. ആരാ ചെയ്തത്? ഹംസ ഇബ്നു അബ്ദുൽ, ഉറങ്ങാതെ കേൾക്കണേ, ഉറങ്ങിപ്പോയാൽ പിന്നെ ഫുള്ളും മാറിപ്പോവും. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിഷമം ഇരട്ടി. അപ്പോൾ എന്താ സംഭവം? ഞാൻ ചോദിച്ചു, എന്തിനാണ് ഹംസ എന്നോട് ഈ ക്രൂരത ചെയ്തത്? അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം ഈ വീട്ടിൽ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് കള്ള് ഹറാമായിട്ടില്ല, കള്ള് ഹലാലായിരുന്നു. ആ സദസ്സിൽ മദ്യം വിളമ്പി, ഇവരെല്ലാവരും മദ്യം സേവിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു മദ്യം അകത്താക്കി. അങ്ങനെ അദ്ദേഹത്തിന് മസ്ത് പിടിച്ചു. ഈ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഇദ്ദേഹത്തെ ഇളക്കി വിട്ടു. അലാ യ ഹംസുലി ഷുർഫിൻ നവ, അറബിയിലെ പദ്യം, ബുഖാരിയിലെ റിവായത്താട്ടോ. അലാ യ ഹംസുലി ഷുർഫിൻ നിവ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന അറബിയിലെ പദ്യം. 2 ഒട്ടകങ്ങളെ കാണുന്നില്ലേ ഹംസ, നിനക്ക് ചാടി എഴുന്നേറ്റ് പോയി അതിനെ വെട്ടിയെടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും നല്ല സാധനത്തെ ഈ അതിഥികൾക്ക് തിന്നിപ്പിക്കാൻ അല്ലെങ്കിൽ ഭക്ഷിപ്പിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആവേശം കയറ്റി. ഈ ആവേശത്തിൽ, ഈ കള്ളിൻ്റെ മസ്തിൽ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കള്ള് ഉമ്മുൽ ഖബായിസ എന്ന് പറഞ്ഞത്. എല്ലാ വൃത്തികേടുകളുടെയും ഉമ്മാണെന്നാണ് പറഞ്ഞത്, പ്രധാനമായി. കാരണം ആ ഒരു വൃത്തികേട് ചെയ്താൽ ബാക്കിയുള്ള വൃത്തികേടുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന പാപമാണെന്ന് കള്ളിനെ വിശേഷിപ്പിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഹംസ റളിയല്ലാഹു അൻഹു ബുദ്ധിയില്ല, മസ്ത് പിടിച്ച അവസ്ഥയിലാണ്. അദ്ദേഹം നേരെ പോയി ആ ആവേശത്തിൽ ഈ 2 ഒട്ടകത്തിൻ്റെയും പൂഞ്ഞ വെട്ടി അതിൻ്റെ വയറ് കുത്തിപ്പിളർന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഭാഗമായ കരൾ പുറത്തെടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇതും കൂടി അറിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമം. ഒരു യഹൂദി വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത്രയും വിഷമമില്ലായിരുന്നു. ഇത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടി കൊച്ചാപ്പയാണ് ഹംസ റളിയല്ലാഹു അൻഹു, അല്ലേ? ഉപ്പാടെ അനിയനല്ലേ, സ്വന്തം കൊച്ചാപ്പയാണ് ചെയ്തത്. ഇനി പോയി ചോദിക്കാൻ പറ്റുമോ? മസ്തിൻ്റെ അവസ്ഥയിലും കൂടിയാണ് ചെയ്തത്, എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ സഹിക്ക വയ്യാതെ വിഷമത്തിൻ്റെ അവസ്ഥയിൽ നിറഞ്ഞ കണ്ണുകളായി പിന്നീട് അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടാവുക? ഈ വിഷമത്തിൻ്റെ അവസ്ഥയിൽ ആരോ ഒരു പരിഗണിക്കാനില്ലാത്ത നേരത്തെ സഹാബാക്കൾ സാധാരണ എന്താ ചെയ്യുക? ഫൻതലക്തു ഹത്താ ദുഖുല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ഹബീബിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോയി. വഇൻദഹു സെയ്ദ് ഇബ്നു ഹാരിസ, നബി തങ്ങളുടെ അടുക്കൽ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതിനുശേഷം പറയുന്ന വാക്കെന്നറിയോ? വഅറഫൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ലഖീതു, എന്നെ കണ്ട മാത്രയിൽ എനിക്കെന്തോ ഭയങ്കര വിഷമമുണ്ടെന്ന് എൻ്റെ ഹബീബ് മനസ്സിലാക്കി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്, മനഃശാസ്ത്രജ്ഞൻ, കൗൺസിലറായിരുന്നു എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? അലി റളിയല്ലാഹു അൻഹുവിനെ അപ്പം തന്നെ ഓടി വന്ന് ചേർത്ത് പിടിച്ചു ചോദിച്ചു, മാലഖി, അലിയെ എന്ത് പറ്റി? ഒരു ദുഃഖം അനുഭവിക്കുന്നവനെ, വേദന അനുഭവിക്കുന്നവനെ, പ്രയാസം അനുഭവിക്കുന്നവനെ പരമാവധി ചേർത്ത് വെക്കുകയും തന്നാൽ ആവുന്ന വിധം അവൻ്റെ പ്രയാസവും ദുഃഖവും കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഗുണം. അത് ഞാൻ പറയുന്നതല്ല, ഖുർആൻ പറഞ്ഞാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടങ്ങേറ് വന്നാൽ പിന്നെ മൂപ്പർക്ക് താങ്ങാൻ പറ്റൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലിന് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്തോ വിഷമമുണ്ടെന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നബി തങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് മാലക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ റഅയ്തു കൽയൗമി, ഇന്നത്തെ ദിവസം എനിക്ക് സംഭവിച്ചതുപോലത്തെ ഒരു മുസീബത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം കല്യാണം കഴിക്കാൻ പോവല്ലേ, വലിയ മക്കൾ ആകെയുള്ള ചിലവിലുള്ള വസ്തുവല്ലേ. എന്നിട്ട് പിന്നെ മൂപ്പർക്ക് ഫുള്ള് കഥകൾ ഇങ്ങനെ വിവരിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു ഇന്നെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തന്നെ തൻ്റെ മേൽമുണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. സെയ്ദ് റളിയല്ലാഹു അൻഹു മേൽമുണ്ട് എടുത്തു കൊടുത്തു. നബി തങ്ങൾ മേൽമുണ്ടൊക്കെ ധരിച്ച്
എൻ്റെ കൂടെ വന്നു. ഞാനും സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി. ഹംസ റളിയല്ലാഹുവിൻ്റെ വീട്ടിലെത്തി. വാതിൽ മുട്ടി. അകത്ത് കയറട്ടെ ചോദിച്ചു. കയറിക്കോ എന്ന് പറഞ്ഞു. അകത്ത് കയറി ഉടനെ നബി തങ്ങൾ ഹംസ റളിയല്ലാഹുവിനെ ആക്ഷേപിച്ച് കുറേ വഴക്ക് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹമാണെങ്കിൽ ഫൈദ ഹംസത്തു സമിലുൻ മുഹ്മറത്തുൻ ഐന, നല്ല മസ്തിലായിരുന്നു, കണ്ണൊക്കെ നല്ലോണം ചോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങളുടെ ഒച്ചയൊക്കെ കേട്ടിട്ട് അദ്ദേഹം പതുക്കെ ഇങ്ങനെ തല ഉയർത്താൻ നോക്കി. പക്ഷെ തല ഉയർത്താൻ കഴിയുന്നില്ല മസ്ത് കൊണ്ട്. ആദ്യം നബി തങ്ങളുടെ മുട്ടുവരെ ഇങ്ങനെ നോക്കി, പിന്നെ ഇങ്ങനെ ആ മസ്തിലും പൊക്കിൾ വരെ നോക്കി, പിന്നെ ഇങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അടിമുടി റസൂലുള്ളാഹിനെ ഒന്നിങ്ങനെ പതുക്കെ മസ്തിൽ നോക്കി. ബുഖാരിയുടെ റിവായത്താണ്. ഹദീസ് വായിക്കുന്നത് ബർക്കത്തായത് കൊണ്ടാണ് അങ്ങനെ തന്നെ വായിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വഹൽ അൻതുമില്ല അബീദുല്ലി അബീ, നിങ്ങളെല്ലാം എൻ്റെ ഉപ്പയുടെ അടിമകൾ മാത്രമല്ലേ എന്നൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബിൻ്റെ അടിമകളല്ലേ നിങ്ങളെല്ലാം എന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഈ അവസ്ഥയിൽ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, ഇനി സംസാരിച്ചാൽ സംഗതി കൂടുതൽ വഷളാവും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, കള്ള് എന്ന് പറഞ്ഞാൽ അത് ഇനിയും അടുത്തൊരു പാപത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നിരാശയോടുകൂടി റസൂലുള്ളാഹി മുഖം തിരിച്ച് നടക്കാതെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ തന്നെ നോക്കിയിട്ട് നഖസ അല അഖിബൈഹിൽ ഖഹ്ഖറാന, നബി തങ്ങൾ അങ്ങനെ തന്നെ ബാക്കോട്ട് നടന്നു. തിരിഞ്ഞു നടന്ന ഒരു പക്ഷേ മസ്തിൽ റസൂലുള്ളാഹി എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്താൽ അത് വലിയ പാപമായി പോകും. റസൂലുള്ളാഹിനെ ചെയ്തതിൻ്റെ കുറ്റം കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കുറ്റം കിട്ടണ്ടെന്ന് വിചാരിച്ച നബി തങ്ങൾ അങ്ങോട്ട് തന്നെ നോക്കിയിട്ട് നേരെ ബാക്കിലേക്ക് ഇങ്ങനെ നടന്നു വന്നു എന്നാണ്. പിന്നെ നമ്മൾ സാധാരണ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ബുദ്ധിയില്ലാത്ത സമയത്ത് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം സംഭവിച്ചാൽ, അതായത് ഒരുവന് ജുനൂന് ഭ്രാന്ത് വന്നു, അതല്ലെങ്കിൽ മസ്തു വന്നു, അവനെ ബുദ്ധിയില്ലാത്ത അവസ്ഥയിൽ അവൻ എന്തെങ്കിലുമൊക്കെ തകർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പിന്നെ അവൻ്റെ മേൽ ഉണ്ടാവുന്ന, ബുദ്ധി വരുന്ന സമയത്ത് അവൻ അതിൻ്റെ പണം തിരിച്ചു കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഏതായാലും ബുഖാരിയുടെ റിവായത്തിലില്ല. ഒന്നെങ്കിൽ ഇമാം നവവി റഹിമുള്ള പറയുന്നത് ഒന്നെങ്കിൽ പിന്നീട് അദ്ദേഹം അത് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടാവണം, അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ട് അത് അലി റളിയല്ലാഹു അൻഹു മാപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ ഹദീസിലുള്ളത് മാത്രം വായിക്കുക, ഹദീസിലില്ലാത്തത് നമുക്ക് അറിയില്ല. അപ്പോൾ പിന്നെ ഇനി വലീമക്ക് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെങ്കിൽ അന്നത്തെ ദിവസം ഒരു പറച്ചിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ ബുദ്ദ ലിൽ ഉർസി ബിൻ വലീമ, അലിയെ മണിയറയിലേക്കെല്ലാം കയറണമെങ്കിൽ വലീമ നിർബന്ധമാട്ടോ എന്ന് പറയുകയും ചെയ്തു. ഇനി വലീമ കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ എന്താ മാർഗം? അപ്പോൾ റസൂലുള്ളാഹി ഇത് പറയുമ്പം കൂട്ടത്തിൽ പിന്നെ എന്തിനും ഏതിനും തയ്യാറായി, ജീവൻ കൊടുക്കണമെങ്കിൽ ജീവൻ, സമ്പത്ത് കൊടുക്കണമെങ്കിൽ സമ്പത്ത്, എല്ലാം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അൻസാരികളായ സഹാബാക്കൾ എഴുന്നേറ്റു. സഅദ് റളിയല്ലാഹു അൻഹു ചാട്ടി എഴുന്നേറ്റ് പറഞ്ഞു, അലയ്യക ബിശുൻ, ആരും പേടിക്കേണ്ട, എൻ്റെ മേൽ ഞാനൊരു ആടിനെ ഏറ്റെടുത്തു, ഒരാടിനെ ഞാൻ ഇറക്കാം. ബാക്കിയുള്ള കുറച്ച് അൻസാരികളായ സഹാബാക്കൾ പറഞ്ഞു, അലൈന ആസു അൻ മിൻ ദർറ, കുറച്ച് ചോളവും ബാർലിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളും ഒപ്പിക്കാം എന്ന് പറഞ്ഞു. ഒരാടിനറുത്തു, കുറച്ച് ചോളവും മറ്റുമൊക്കെ കൊണ്ടുള്ള ഒരു പ്രത്യേകതരം വിഭവം ഉണ്ടാക്കി. അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയുടെ വിവാഹത്തിൽ വലീമയായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ കല്യാണങ്ങളിൽ ഏകദേശം ഒരു 16 ഐറ്റമെങ്കിലും ഇല്ലെങ്കിൽ ഒരു കൊഴുപ്പില്ല എന്നാണ് പറയാം. ബിരിയാണി തന്നെ 5 or 8 ഐറ്റം വേണമെന്ന് ഓരോ സ്ഥലങ്ങളിൽ. നമ്മളിന്ന് പോയാൽ കൺഫ്യൂഷൻ ആവല്ല പതിവ്. റസൂലുള്ളാഹിൻ്റെ വിവാഹത്തിൽ, റസൂലുള്ളാഹിൻ്റെ മകളുടെ വിവാഹത്തിൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലീമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ വേണ്ടത്? വലീമ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. അടുത്ത് താമസിക്കാൻ ഒരു വീട് വേണ്ടേ അല്ലേ? വീട് വേണം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയെ ഒരു ഉത്ലുബ് മൻസിലൻ, നീ ഒരു വീട് പോയി നോക്ക്. അവൻ അലി റളിയല്ലാഹു അൻഹു പാവമല്ലേ, നബി തങ്ങളുടെ ചെലവിൽ കഴിയുന്ന ആളല്ലേ, ഒരു വീട് നോക്കി. പക്ഷെ അത് റസൂലുള്ളാഹിൻ്റെ വീടുമായിട്ട് കുറേ ദൂരെയുള്ള വീടായിരുന്നു. അലി റളിയല്ലാഹുവിനോട് വീട് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം വീട് നോക്കി. പക്ഷേ റസൂലുള്ളാഹിൻ്റെ വീടിനേക്കാൾ കുറേ ദൂരെയുള്ള വീടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഫാത്തിമ ബീവിയെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് ആ സമയത്ത് ഫാത്തിമ ബിയോട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉഹവ്വിലക ഇലയ്യ, ഫാത്തിമ നീ എൻ്റെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നിന്നെ എൻ്റെ അടുത്തേക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിൻ്റെ തൊട്ടടുത്തുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്ന അൻസാരി സഹാബിയുടെ കുറേ വീടുകളുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങൾ ഓരോരോ പുതിയ വിവാഹം കഴിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോരോ വീടുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. നബി തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഭാര്യമാരുടെ കൂടെ ഒരുമിച്ച് അടുത്തടുത്ത് തന്നെ താമസിക്കാൻ വേണ്ടി അദ്ദേഹം ഓരോ വീട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതറിയാമായിരുന്ന ഫാത്തിമ പറഞ്ഞു റളിയല്ലാഹു അൻഹ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ ഹാരിസത്ത് ഇബ്നു നുഅ്മാനോടൊന്ന് സംസാരിച്ചു നോക്ക്. അദ്ദേഹത്തിൻ്റെ വീട് ആയിഷ ബീബിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒന്നുണ്ട്, അദ്ദേഹമാണെങ്കിൽ ഒഴിഞ്ഞു തന്നാൽ മതിയല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് തഹവ്വല ഹാരിസ അന്ന ഹത്ത ഖദ് ഇസ്തഹ്യയ്തു മിൻഹു, ഹാരിസ നമുക്ക് വേണ്ടി കുറേ വീട് ഒഴിഞ്ഞു തന്നില്ലേ, ഇനിയും ഓനോട് ചോദിക്കാൻ എനിക്ക് നാണാണ് ഫാത്തിമ എന്ന് പറഞ്ഞു. ഇതാരറിഞ്ഞു? ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? സഹാബാക്കൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക? നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഓടി വന്നു എന്നല്ല,
നബിതങ്ങളുടെ അടുക്കലേക്ക് ഓടി വരുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം നേരെ ആ വീട്ടിലേക്ക് പോയി. ആ വീടിൽ നിന്ന് മുഴുവൻ സാധനങ്ങളും ഒഴിപ്പിച്ചു. ആ വീട് മുഴുവൻ കാലിയാക്കി അതിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞുകൊണ്ട് അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അങ്ങയുടെ മകളെ സ്വന്തം വീട്ടിൻ്റെ അരികിലേക്ക് മാറ്റാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് അങ്ങ് എന്നിൽ നിന്ന് എന്നോട് ചോദിക്കാൻ നാണം കാണിക്കുമോ? നബിയെ, ഇന്നമാ അന വമാലി ലില്ലാഹി വല റസൂലി, ഞാനും എൻ്റെ സമ്പത്തും അള്ളാഹുവിനും അവൻ്റെ റസൂലിനുള്ളതല്ലേ? ഞാൻ മൊത്തമായിട്ടും എൻ്റെ സമ്പത്ത് നിങ്ങൾക്കുള്ളതല്ലേ? എന്നോട് എന്തിനു ചോദിക്കേണ്ട ആവശ്യം? അള്ളാഹു ആണ് അള്ളാഹിൻ്റെ റസൂലെ, അങ്ങ് ഒരു സമ്പത്ത് എടുക്കുന്നതാണ് അങ്ങ് എടുക്കാതെ വെക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. അങ്ങ് എൻ്റെ സമ്പത്തിൽ നിന്ന് എന്താണോ എടുക്കുന്നത് അതാണ് അങ്ങ് എടുക്കാതെ ഇവിടെ അവശേഷിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. അതുകൊണ്ട് നബിയെ, ഈ വീട് ഫാത്തിമാക്ക് വേണ്ടി കൊടുക്കുക. നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സദഖ് ബാറക്കല്ലാഹു അലൈക്ക്, നീ സത്യമാണ് പറഞ്ഞത്, അള്ളാഹു നിൻ്റെ മേൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ റൗലയിൽ നിൽക്കുമ്പോൾ ആ പച്ച വിരിച്ച സ്ഥലത്ത് നമ്മൾ ക്യൂ എല്ലാം കഴിഞ്ഞ് റൗലയിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇടത് സൈഡാണ് ഹുജറത്തു ഷരീഫ ഉള്ളത്. ആ ഒരു വലിയ ഇരുമ്പിൻ്റെ കെട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫൊക്കെ ഉള്ളത്. ഇപ്പുറത്ത് നമ്മുടെ ഇത് മിമ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിബിലക്ക് നേരെ നിൽക്കുമ്പം ഈ ഇടത് ഭാഗത്ത് ഫ്രണ്ട് സൈഡിൽ ആ കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രണ്ട് സൈഡിലാണ് ഐഷ ബീവിയുടെ വീട്. അതിന് തൊട്ട് ഭാഗത്തായിട്ട് കുറച്ച് കാലി സ്ഥലം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിറകിലായിട്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്. ഈ കെട്ടിൻ്റെ ഉള്ളിൽ അന്ന് 2-3 വീടുകളുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഈ ഇന്ന് കാണുന്ന ആ വലിയ കെട്ട് ഫുള്ള് റസൂലുള്ളാഹിൻ്റെ വീട് അല്ല. അതിൻ്റെ മുമ്പ് ഭാഗം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐഷ ബീവിയുടെ വീട്. അതിന് തൊട്ട് ബാക്കിൽ കുറച്ച് സ്ഥലം കാലിയായിരുന്നു. അതിൻ്റെ ബാക്കിൽ ആ കെട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്. അങ്ങനെ അവരവിടെ താമസമായി. അതിനുശേഷം അവരുടെ ആദ്യ രാത്രിയിൽ അവർ വീട് കൂടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അലി ലാ തുഹ്ദിസ് ഷൈഅൻ ഹത്താ തൽഖാനി, ഞാൻ വരുന്നത് വരെ, എന്നെ കാണുന്നവരെ നിങ്ങളൊന്നും തുടങ്ങല്ലേ, നിങ്ങൾ റൂമിലൊന്നും കയറല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാത്തു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് അതിൽ റസൂലുള്ളാഹി വദൂ ചെയ്തിട്ട് ആ വദൂ ചെയ്ത ബാക്കിയുള്ള വെള്ളം അലി റളിയല്ലാഹുവിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയും തളിക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വബാരിക് അലൈഹിമ വബാരിക് ഫീ ഷിബ്ലിഹിമ, അല്ലാഹു ഇവരിൽ നീ ബറക്കത്ത് ചെയ്യണേ, ഇവരുടെ മേൽ നീ ബറക്കത്ത് ചെയ്യണേ, ഇവരുടെ സന്താന പരമ്പരയിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തു. എന്താ കെയറിങ്ങല്ലേ. അതിനുശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ഫജാഅത്ത് തഅ്സുറു മിനൽ ഹയാ. അപ്പോൾ മണിയറയിലേക്ക് ആനയിക്കപ്പെടുന്ന സ്ത്രീകളെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഭയങ്കര നാണമായിരിക്കും അല്ലേ. ഫാത്തിമ ബീവിയും ഭയങ്കര നാണത്തോടുകൂടി കുണുങ്ങി നാണിച്ച് മടിച്ചാണ് വന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്കുതി, ഒന്ന് അടങ്ങി നിൽക്ക് പെണ്ണേ, ഫഖദ് അൻകഹ്തുകി അഹബ്ബ അഹ്ലി ബൈതി ഇലയ്യ, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ്. നീ നാണിക്കൊന്നും വേണ്ട, ബേജാറാവൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെയാണ് ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നേക്ക് നമ്മളെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്ത എനിക്ക് കിട്ടാനില്ലല്ലേ. ആരെയും പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നബി തങ്ങൾ ആ ഫാത്തിമയുടെ മേലെയും ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് ഫാത്തിമാക്ക് വേണ്ടി ദുആ ചെയ്തു. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്നത് റളിയല്ലാഹു അൻഹ. അവർ പറയാണ്, എന്നിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ തിരിഞ്ഞ് പോകാൻ നോക്കിയപ്പോൾ ഞാനന്ന് കുന്തു ഫീ സിഫാഫി ഫാത്തിമ ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു പറയാ, ഞാനന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ ഫാത്തിമയെ മണിയറയിലേക്ക് ഒരുക്കി അയക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ, ഒരുക്കി അയക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നോക്കുമ്പം ഒരു രൂപം കണ്ടു. എന്നിട്ട് ചോദിച്ചു, മൻ ഹാദ, ആരാ ഇത് എന്ന് ചോദിച്ചു. അസ്മാ റളിയല്ലാഹു പറയാ, ഞാൻ പറഞ്ഞു അനാ, അള്ളാഹുവിൻ്റെ റസൂലെ ഞാനാ. അപ്പോൾ റസൂൽ അസ്മാ ആണോ? കുൽത്തു, ഞാൻ പറഞ്ഞു അതെ. നഅം. ഖാല അസ്മാ ബിൻതു ഉമൈസ്, വീണ്ടും റസൂൽ ചോദിക്കുക, അസ്മാ ബിൻതു ഉമൈസ് ആണോ? ഞാൻ പറഞ്ഞു അതെ നബിയെ. നഅം. നബി വീണ്ടും ചോദിക്കൂ, ജിഅത ഫീ സിഫാഫി ബിൻതി റസൂലില്ലാഹി തക്രീമതൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുത്രിയെ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഒരുക്കി അയക്കാൻ വേണ്ടി നീ വന്നതാ? എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? എനിക്ക് തോന്നുന്നത് വരികൾക്കിടയിൽ വായിക്കുമ്പം റസൂലുള്ളാഹിക്ക് അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷൻ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ ഉമ്മയില്ലാത്ത കുട്ടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ഇത്രയും നാൾ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവളെ സമാധാനിപ്പിക്കാനും അവളെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും എല്ലാം പറഞ്ഞു പഠിപ്പിക്കാനും ഒക്കെ അവളുടെ കൂടെ ഉണ്ടാകേണ്ട ഉമ്മയാണ് അവളുടെ ഏറ്റവും വലിയ ധൈര്യമല്ലേ, ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മയില്ല. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് വർഷങ്ങൾ കുറച്ചായി.
ഇപ്പം നബിതങ്ങളെക്കുറിച്ച് നബിതങ്ങളുടെ ടെൻഷനും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വരുന്നവരെ നിങ്ങളൊന്നും ചെയ്യല്ലേ, ഞാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ റസൂലിൻ്റെ മകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കിയിട്ട് മണിയറയിലേക്ക് അയക്കാൻ വേണ്ടി അസ്മാ വന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. റസൂലുള്ള ചോദിക്കുക, ജിഅ്ത ഫീ സിഫാഫി ബിൻതി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തക്രീമത്തല്ല, എന്നോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ എൻ്റെ മോളെ ഒരുക്കി അയക്കാൻ വേണ്ടി നീ വന്നതാ? വീണ്ടും ചോദിക്കാം. ഞാൻ പറഞ്ഞു നഅം അല്ലാഹുവിൻ്റെ റസൂൽ. ഫദഅലി, അള്ളാഹുവിൻ്റെ റസൂൽ മനസ്സറിഞ്ഞ് എനിക്ക് വേണ്ടി കുറേ ദുആ ചെയ്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ അവിടെ തൊട്ട് അങ്ങനെ ജീവിതം തുടങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം പച്ചപ്പരവധാനം വിരിച്ച പൂക്കൾ ഇങ്ങനെ അറിയപ്പെടുന്ന സുഖലോലുപതയുടെ അങ്ങേയറ്റത്ത് അമ്മാനമാടിയിരുന്ന ജീവിതം ഒന്നായിരുന്നില്ല. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതങ്ങളായിരുന്നു അവരുടേത്. ഒരുപാട് ഒന്നും കുന്നും ദാരിദ്ര്യം, പട്ടിണി, പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ. നമ്മൾ ഒരിക്കലും ബേജാറാവരുത് കേട്ടോ. നമ്മൾ എത്ര വലിയ പട്ടിണി, എത്ര വലിയ പ്രയാസം, എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട്, ബേജാറാവേ വേണ്ട. നമ്മൾ നമ്മുടെ റസൂലിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും അവസ്ഥ മാത്രം നോക്കിയാൽ മതി. അലി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഫാത്തിമയെ വിവാഹം ചെയ്തു റളിയല്ലാഹു അൻഹ. ബിന്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമയെ ഞാൻ വിവാഹം ചെയ്തു. അതിനുശേഷം പിന്നെന്താ പറയേണ്ടത്? പിന്നെ അദ്ദേഹം പറയാ, വമാലി വലഹ ഫിറാഷുൻ ഗൈറു ജിൽദി കബ്ഷിൻ, എനിക്കും അവൾക്കും വിരിപ്പായിട്ട് ഒരു ആട്ടിൻ്റെ തോലല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. നനാമു അലൈഹി ബില്ലൈൽ, അതിൻ്റെ മേൽ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങും. വനഅലഫു അലൈഹി നാദിഹന ബിന്നഹാർ, പകലാവുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കന്നുകാലികൾക്ക് ഭക്ഷണം നൽകുന്നു. കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കുക ഈ ഒരു വിരിപ്പിന്. അങ്ങനെ ഒരു വിരിപ്പല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വിരിപ്പുണ്ടായിരുന്നില്ല. വമാലി ഖാദിമുൻ ഗൈറഹ, അവളല്ലാതെ എനിക്ക് വീട്ടിൽ വേറൊരു ഖാദിം ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ള മുഴുവൻ പണികളും അവൾ ഒറ്റക്കായിരുന്നു ചെയ്തിരുന്നത്. മുജാഹിദ് റഹിമഹുല്ല പറയാണ്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ ജുഅ്തു മറത്തൻ ബിൽ മദീനത്തി ജൂഅൻ ശദീദ, മദീനയിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഭയങ്കര വിശപ്പ് വന്നു. ഫഖറജു അത്ലുബുൽ അമല ഫി അവാലിൽ മദീന, മദീനയുടെ പ്രാന്തപ്രദേശത്തൊക്കെ ഞാനൊരു ജോലിയും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു സ്ത്രീ കുറച്ച് മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരതിനെ വെള്ളം നനക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലായി, കളിമണ്ണാക്കാൻ വേണ്ടിയിട്ട്, പണിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് ഒരു ഡീലിലെത്തി. അതായത് ഓരോ തൊട്ടി വെള്ളം ഞാൻ നിറച്ചാൽ അതിന് പകരമായിട്ട് ഒരു ഈത്തപ്പഴം തരാമെന്ന് പറഞ്ഞു. എത്ര ദൂരത്ത് നിന്ന് ഈ തൊട്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ഈ മണ്ണ് നനച്ചു കൊടുത്താൽ ഒരു തൊട്ടിക്ക് പകരമായിട്ട് എത്ര കിട്ടും? ഒരു ഈത്തപ്പഴം. ഞാൻ വിചാരിച്ചു ഒരു ഈത്തപ്പഴമെങ്കിൽ ഒരു ഈത്തപ്പഴം. അങ്ങനെ നിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് നിറക്കാൻ തുടങ്ങി. ഏകദേശം 16 തൊട്ടി ഞാൻ അന്നത്തെ ദിവസം നനച്ചു. അന്നിങ്ങനെ കോരിക്കൊണ്ടുവന്നതിൻ്റെയൊക്കെ പേരിൽ എൻ്റെ കയ്യിൽ തഴമ്പ് വരികയും പൊക്കളയാകുകയും, അല്ലേ, അങ്ങനെ പൊക്കളയാവുമല്ലോ, പൊക്കളയാകുകയും ചെയ്തു. എന്നിട്ട് അവരോട് പോയിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് എണ്ണിയിട്ട് 16 എണ്ണം ഞാൻ നിറച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൃത്യം 16 തമ്റ് ഈത്തപ്പഴം എനിക്ക് എണ്ണി തന്നു. ഒരു തമ്റ് പോലും കൂടുതൽ എണ്ണി തന്നില്ല. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്, എൻ്റെ കുടുംബവും അവിടെ വിശന്നിരിക്കുക. ഞാൻ ഓടി എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോയോ? ഇല്ല. കാരണം ഞങ്ങളെക്കാട്ടി കൂടുതൽ വിശപ്പ് അനുഭവിച്ചുകൊണ്ട്, ഞങ്ങളെക്കാട്ടി കൂടുതൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന, ഞങ്ങളൊക്കെ വിശപ്പിൻ്റെ പേരിൽ ഒരു കല്ലാണ് കെട്ടിവെച്ചതെങ്കിൽ വിശപ്പിൻ്റെ പേരിൽ 2-3 കല്ലുമൊക്കെ കെട്ടിവെച്ച് ഒട്ടിയ വയറുമായി കഴിയുന്ന എൻ്റെ ഹബീബിനെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഓടി അങ്ങോട്ട് വന്നു. ഫഅതൈതുഹുമാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഅഖ്ബർതുഹു, ഞാൻ നബികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫഅകല മഈ മിൻഹ, നബി തങ്ങൾ ആദ്യം എൻ്റെ കൂടെ അതിൽ നിന്ന് കുറച്ച് ഭക്ഷിച്ചു. എന്നിട്ട് പിന്നെ ഞാനും ഭക്ഷിച്ചു, ഫാത്തിമ ബീവിക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ കൊടുത്തു. ഇത്രയും ദാരിദ്ര്യപൂർണമായ ജീവിതമായിരുന്നു അവരുടെ ജീവിതം. വിഭവങ്ങൾ കുറവായിരുന്നു. ദുന്യവിയായ വിശാലതയോ ദുന്യവിയായ അനുഗ്രഹങ്ങളോ അള്ളാഹുവും അവർക്ക് നൽകിയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയില്ല. അതിൻ്റെ തെളിവെന്താ? നമ്മൾ സാധാരണ കേൾക്കുന്ന സംഭവം അല്ലേ, ഒരു ഖാദിമിനെ വന്നിട്ട് ഫാത്തിമ ബീവി നാണത്തോടെ വന്ന് ചോദിക്കുന്ന സംഭവം നമ്മളെല്ലാവരും കേട്ടാണല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമ്മൾ ഖാദിമിനെ നൽകിയോ? ഇല്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ ഖാദിമിനെ നൽകുകയും പാവങ്ങളായ അഹ്ലു സുഫക്കാരെ പട്ടിണിക്കിടുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് ചേർന്നതല്ല. ഞാൻ ഖാദിമിനെ തരൂല, മറിച്ച് ഈ ഖാദിമികളെ വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഞാൻ അഹ്ലു സുഫക്കാർക്ക് തിന്നാൻ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് രാത്രി നബി തങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സംഭവം നിങ്ങൾക്കറിയാം. വീട്ടിലേക്ക് വരുന്ന രംഗറാവി വിവരിക്കുന്നുണ്ട്. അവരുടെ മേലൊരു പുതപ്പുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ പുതപ്പ്. അവർ തല മറച്ചാൽ കാല് പുറത്തേക്ക് വരുമായിരുന്നു പോലും, കാല് മറച്ചാൽ തല പുറത്തേക്ക് കാണുമായിരുന്നു എന്നാണ്. നമ്മുടെ ഇവിടുത്തെ തണുപ്പല്ല അവിടുത്തെ തണുപ്പ്, നമ്മളിങ്ങനെ സൂചി കുത്തുന്നത് പോലെയുള്ള തണുപ്പാണ്. അപ്പോൾ അവരിങ്ങനെ ചാടി എഴുന്നേൽക്കാൻ പോയപ്പോൾ റസൂലുള്ളാഹി അവരോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു അമല് പഠിപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അല്ലേ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട്, ഈ സംഭവം നമുക്കറിയുന്നതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ റീൽസിലും ഷോർട്സിലും ചെറിയ വീഡിയോസിലും ഒക്കെ നമ്മൾ
ഒരുപാട് അമലുകളുടെ ശ്രേഷ്ഠതയും ദിക്റുകളുടെ ഫലായിലും ഒക്കെ ഒരു ദിവസം തന്നെ കുറേ കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ള ആയിരക്കണക്കിന് വീഡിയോകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന ഇൽമുകൾ അത് എത്രമാത്രം അമലാകുന്നു, പ്രാവർത്തിക പദത്തിൽ വരുന്നു എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. കാരണം അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും എൻ്റെ ഭാര്യ ഫാത്തിമക്കും റളിയല്ലാഹു അൻഹുമ ഒരു അമൽ പഠിപ്പിച്ചു തന്നു. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം. അത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് റസൂലുള്ളാഹി എനിക്ക് പറഞ്ഞു തന്നു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തുഹു മുൻദു സമീഅതുഹു മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് കേട്ടതിന് ശേഷം ഒറ്റ രാത്രി പോലും ഞാൻ അതിനെ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഇറാഖികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, വലാ ലൈലത്ത സിഫീൻ, സിഫീൻ യുദ്ധത്തിൻ്റെ രാത്രി നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലേ? സിഫീൻ എന്ന് പറഞ്ഞാൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെതിരെ നടന്ന യുദ്ധം. അന്നത്തെ ദിവസമായിരിക്കും ഒരുപക്ഷെ അലി റളിയല്ലാഹു അൻഹു ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചതും മാനസിക സംഘർഷം നേരിട്ടതൊക്കെ. ചിലപ്പോൾ അന്ന് ഉറങ്ങിയോ എന്ന് തന്നെ സംശയം. അപ്പോൾ ആ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയ ചെറിയ സമയത്ത് ഉറങ്ങിയ നേരത്ത് അപ്പോഴും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്ർ പറഞ്ഞിരുന്നു എന്ന് അയാൾ ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല ലൈലത്ത സിഫീൻ, സിഫീൻ്റെ അന്നത്തെ രാത്രിയും ഞാൻ ഈ അമലിനെ ഒഴിവാക്കിയിട്ടേ ഇല്ലാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, മാ കതബ്തു ഹദീസൻ ഇല്ലാ വഅമിൽതു ബിഹി, ഞാൻ ഒരു ഹദീസും എഴുതിയിട്ടില്ല അതനുസരിച്ച് അമൽ ചെയ്തിട്ടല്ലാതെ എന്ന്. അതായത് ഏതൊക്കെ ഹദീസ് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടോ, ലക്ഷക്കണക്കിന് ഹദീസുകൾ എഴുതിയെടുത്ത ആളാണ് അഹ്മദ് ബിൻ ഹംബൽ. അതൊക്കെയും ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹദീസ് ഒരിക്കൽ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെടുത്ത് പോയിട്ട് അബൂ തയ്യിബ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയിട്ട് ഹിജാമ ചെയ്തു, എന്നിട്ട് അദ്ദേഹത്തിന് 1 ദീനാർ നൽകി എന്നൊരു ഹദീസ് ഞാൻ കണ്ടു. ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റു, നേരെ ഒരാളെടുത്ത് പോയി അയാളെ കൊണ്ട് ഹിജാമ ചെയ്യിപ്പിച്ചു. അയാൾക്ക് ഞാനും 1 ദീനാർ കൊടുത്തു എന്നാ. ഹിജാമയുടെ വില 1 ദീനാറൊന്നുമല്ല, അത് വലിയ തുകയാണ്. 4 ദിർഹം കൂടുമ്പോഴാണ് 1 ദീനാർ ആകുന്നത്. പക്ഷേ റസൂലുള്ളാഹി അങ്ങനെ ചെയ്തപ്പം ആ ഒരു ഹദീസ് എനിക്ക് കിട്ടിയപ്പം എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹം, ഞാനും അങ്ങനെ ചെയ്തു എന്ന്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ നമുക്കും പറയാൻ വേണ്ടി കുറച്ച് അമലുകൾ ഉണ്ടാവണം. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു വീഡിയോ കണ്ടു, അതിൽ ആ ഉസ്താദ് അല്ലെങ്കിൽ അതിൽ അയാൾ ഒരു അമലിനെ കുറിച്ച് പറയുന്നത് കേട്ടു, ഒരു ദിക്റിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അൽഹംദുലില്ലാഹ് അന്ന് ആ കേട്ടതിന് ശേഷം ഇന്ന് വരെയും ഒറ്റ ദിവസം പോലും ഞാനത് മുടക്കിയിട്ടില്ല കേട്ടോ എന്ന് പറയുന്ന ഒരു അമൽ അല്ലെങ്കിൽ കുറച്ച് അമലുകൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. അത് ആരെയും ബോധിപ്പിക്കാനല്ല, ആരെയും അറിയിക്കാനല്ല, മറിച്ച് നാളെ ഖബറിൽ ഒറ്റക്കാവുമ്പോൾ മഹ്ശറയുടെ വൻസഭയിൽ ആ ഭയാനകതയിൽ നിന്ന് മോചനം കിട്ടാനൊക്കെ വേണ്ടി നമുക്ക് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു പാഠമാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ സംഭവം വിശദമായി പറയേണ്ട ആവശ്യമില്ല, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. പിന്നെ ഇവർ നമ്മൾ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഭാര്യമാരുടെയും വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവരൊക്കെ മനുഷ്യന്മാരാണ്. അവരുടെ സ്ത്രീകളും സാധാരണ സ്ത്രീകളാണ്, അല്ലാണ്ട് മലക്കുകളല്ല, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പിണക്കങ്ങളൊക്കെ പെട്ടെന്ന് ഇണക്കങ്ങളായി മാറിയിട്ടുണ്ട്. വലിയ ഭൂകമ്പങ്ങൾ ഇന്നൊക്കെയായി മാറുന്നതുപോലെ വലിയ ഭൂകമ്പങ്ങളായി മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ ചെറിയ പിന്നെ സൗന്ദര്യ പിണക്കങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ റിവായത്ത് എന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു, ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ഫാത്തിമയുടെ മുഖമൊക്കെ നോക്കിയപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. നബി ചോദിച്ചു, ഐന ഇബ്നു അമ്മിക്കി, നിൻ്റെ കൊച്ചാപ്പയുടെ മകൻ എവിടെയെന്ന് ചോദിച്ചു. മഹാന്മാർ പറയുന്നത് നബി തങ്ങൾ ഭയങ്കര ബുദ്ധിപൂർവമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. നിൻ്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചിട്ടില്ല. കാരണം ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചാൽ പിന്നെ ദേഷ്യം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ വേറൊരു ബന്ധം കൂടി ഉള്ളത് ഓർമ്മിപ്പിക്കായിരുന്നു. അലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റിയതല്ല, നിൻ്റെ കൊച്ചാപ്പയുടെ മകൻ കൂടിയാണ്, ഉപ്പയുടെ കൊച്ചാപ്പയുടെ മകനാണ് എന്നതുകൂടി റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയായിരുന്നു. അപ്പോൾ നിൻ്റെ കൊച്ചാപ്പയുടെ മകൻ എവിടെയെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കാന ബൈനി വബൈനഹു ഷൈ, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഫഗാലബനി, അദ്ദേഹം എന്നോട് ദേഷ്യം പിടിച്ചു. ഫഖറജ ഫലം യഖിൽ ഇൻദി, അദ്ദേഹം ഇറങ്ങിപ്പോയി, എൻ്റെ അടുക്കൽ ഇന്ന് ഉച്ച ഉറക്കം ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി എന്താ ചെയ്തേ? പെട്ടെന്ന് തന്നെ ഒരാളെ അയച്ചു, ഉൻദുർ ഐന ഹുവ, എവിടെയാണ് അവനെന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. അയാൾ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നും പിന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് മദീനത്തെ കിരീടം വെക്കാത്ത ചക്രവർത്തിയല്ല, ബദറിലും ഉഹദിലും ഒക്കെ നമ്മൾ കാണുന്ന സൈന്യത്തിൻ്റെ സേനാനായകനെ അല്ല, സഹാബാക്കളുടെ പ്രിയപ്പെട്ട നേതാവിനെ അല്ല, ഒന്നുമല്ല, മറിച്ച് സ്നേഹനിധിയായ ഒരു അമ്മോച്ചന്, ഒരു പെൺകുട്ടിയുടെ വാപ്പയെ, തൻ്റെ മകളും മരുമകനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു പിതാവിൻ്റെ റോളിലാണ് പിന്നെ റസൂലുള്ളാഹിനെ കാണുന്നത്. നബിതങ്ങൾ വേഗം പള്ളിയിലേക്ക് ഓടുക. നബിതങ്ങൾക്ക് ആ സമയത്ത് വലിയ ഈഗോ ഒന്നും അടിച്ചില്ല. ഇവൻ എൻ്റെ വെറും ഒരു ശിഷ്യൻ,
എൻ്റെ ചിലവിൽ കഴിഞ്ഞ ആൾ, എൻ്റെ ചിലവിൽ വളർന്നയാൾ, ഇവൻ്റെ ബാക്കിൽ ഞാൻ പോകണോ എന്നൊന്നും റസൂലുള്ളാഹി ചിന്തിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് പോയപ്പോൾ കാണുന്നത് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടന്ന് ഉറങ്ങുക. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മേൽമുണ്ട് ഇങ്ങനെ താഴേക്ക് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ചരൽക്കല്ലുകളാണ്, മണ്ണാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ മണ്ണ് പറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിരുന്നു. പതുക്കെ തൻ്റെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലുള്ള പൊടികൾ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് കും യാ അബാ തുറാബ്, കും യാ അബാ തുറാബ്, കും യാ അബാ തുറാബ് എന്ന് വിളിക്കാൻ തുടങ്ങി. തുറാബ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ് എന്നാ. മണ്ണിലേക്ക് ചേർത്തുകൊണ്ട് അബൂ തുറാബ് എന്ന് അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ച് അലി റളിയല്ലാഹു അൻഹു നെറ്റി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ തടവുന്നതും പൊടി തൊട്ടി മാറ്റുന്നതും അബൂ തുറാബ് എന്ന് വിളിച്ച് സ്നേഹിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ദേഷ്യവും അലിഞ്ഞില്ലാതായി, സന്തോഷമായി. റാവി പറയാം, അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബൂ തുറാബ് എന്ന് അദ്ദേഹത്തെ വിളിക്കുക എന്നായിരുന്നു എന്നാണ്. അബൂ തുറാബ് എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവുന്ന. കാരണം എന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി വിളിച്ച പേരായിരുന്നു എന്ന്. അപ്പോൾ ഒരു അമ്മൂച്ചൻ വളരെ ബുദ്ധിപരമായി തവാളോടുകൂടി ഈഗോ ഒന്നും ഇല്ലാതെ ഇടപെട്ടപ്പം ആ പ്രശ്നം വളരെ എളുപ്പത്തിൽ രമ്യമായി പരിഹരിച്ചു. നമ്മളിപ്പോഴും പലപ്പോഴും ഇങ്ങനെ കടും പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ ബാക്കിയാവുന്നത്. വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയൊരു സംസാര വിഷയം ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് വന്നു. രണ്ടാളും ഉണ്ട്. നബി തങ്ങൾ ഒരാളെ അടുത്ത് പിടിച്ചിരുത്തി, മറ്റാൾ ഇപ്പുറത്തും ഇരുത്തി. ഒരാളുടെ കൈ വയറ്റിൽ വെച്ചു, മറ്റാളുടെ കൈയും ഇങ്ങനെ വയറ്റിൽ വെച്ചു. നബി തങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അവരുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിച്ചു. പുറത്തേക്ക് വന്നപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ല റസൂലെ, ദഖൽത വഅൻത അലാ ഹാലിൻ വഖറജ്ത വനഹ്നു നറൽ ബിശ്റ ഫീ വജ്ഹിക്. നബി അങ്ങൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പക്ഷെ അങ്ങ് പുറത്ത് വരുന്ന നോക്കുമ്പോൾ അങ്ങയുടെ മുഖത്ത് നല്ല സന്തോഷമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്താ സംഗതി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യംനഉനി വഖദ് അസ്ലഹ്തു ബൈന അഹബ്ബി ഇസ്നൈനി ഇലയ്യ. ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാളുകൾക്കിടയിൽ ഞാൻ മധ്യസ്ഥത ഉണ്ടാക്കിയിട്ട് വരികയാണ്, രണ്ടാളുകളെയും ഞാൻ യോജിപ്പിച്ചിട്ട് വരികയാണ്, പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ ഇണക്കമായി മാറുക. അപ്പം ഇങ്ങനെ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാര്യയും ഭർത്താവുമാണ് ഇത്രയും വളരെ വിജയകരമായ രീതിയിൽ ദാമ്പത്യ ജീവിതം നയിച്ചത്. അതല്ലാതെ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ മലക്കളൊന്നും ആയിരുന്നില്ല ഇവർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് കാരണമായ രോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ ഭാര്യമാരെല്ലാം നബി തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. സാധാരണ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി എഴുന്നേൽക്കുമായിരുന്നു, ഓടി അടുത്ത് ചെല്ലുമായിരുന്നു, നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു, കൈ പിടിച്ച് ചേർത്ത് പിടിച്ച് അടുത്തു കൊണ്ടുവന്ന് തൻ്റെ മടിയിലോ അടുത്തോ ഇരുത്തുമായിരുന്നു. പക്ഷേ ഇത്തവണ റസൂലുള്ളാഹി എഴുന്നേറ്റില്ല, ഓടി വന്നില്ല, കൈ പിടിച്ചില്ല. കാരണം റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നബി തങ്ങൾ മർഹബൻ ബിബ്നതി എന്ന് പറഞ്ഞു, എൻ്റെ മോളെ ബാ 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 എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. ആയിഷ റളിയല്ലാഹു പറയാ, കഅന്ന മിശ്യതഹാ മിശ്യതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമയുടെ അന്നത്തെ നടത്തം തനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം തന്നെയായിരുന്നു, ഒരു മാറ്റവും ഇല്ല, രണ്ടുപേരുടെ ഒരേ നടത്തം. അങ്ങനെ അടുത്ത് വിളിച്ചിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരു ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു. മറ്റൊരു ചെവിയിൽ അപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു വരുത്തിയിട്ട് രണ്ടാമത് മറ്റൊരു ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു. ആയിഷ റളിയല്ലാഹു പറയാ, ഒരു ചിരിക്ക് ശേഷം, ഒരു വിഷമത്തിന് ശേഷം ഇത്രയും പെട്ടെന്ന് ഒരു കരച്ചിലിന് ശേഷം, ഒരു വിഷമത്തിന് ശേഷം ഇത്രയും പെട്ടെന്ന് ഒരു ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷം ഞാൻ ആദ്യമായിട്ട് കാണാം. രണ്ട് മൂഡ് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും മാറി വരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. ഞാൻ പതുക്കെ ഫാത്തിമയോട് പിന്നീട് ചോദിച്ചു, റസൂലുള്ളാഹി എന്താ നിൻ്റെ മാട് മാത്രം പ്രത്യേകമായിട്ടൊരു രഹസ്യം പറഞ്ഞത്? നിങ്ങൾ നമ്മളൊരു കുഷ് എന്താ, നീ ആദ്യം കരഞ്ഞല്ലോ, പിന്നെ നീ ചിരിച്ചല്ലോ, എന്താണ്? അവർ പറഞ്ഞു, മാ കുന്തു ലിഉഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രഹസ്യം ഞാൻ അങ്ങനെ പറയൂല ആയിഷ എന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന, ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു, ഫാത്തിമ റസൂലുള്ളാഹി വഫാത്തായില്ലേ, ഇനിയെങ്കിലും എനിക്കത് പറഞ്ഞു തന്നൂടെ? അന്ന് എന്താ എന്നോട് രഹസ്യമായിട്ട് ചെവിയിൽ പറഞ്ഞത്? അപ്പോൾ ഫാത്തിമ പറഞ്ഞു, ഇപ്പോഴാണെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്നോട് പറഞ്ഞു, ആദ്യം എന്നോട് പറഞ്ഞു, മകളെ, സാധാരണഗതിയിൽ ജിബ്രീൽ എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യം എനിക്ക് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിത്തരുത്തുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലം എനിക്ക് 2 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും മോളെ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എൻ്റെ അടുക്കൽ ആദ്യം വരുന്നത് നീ ആയിരിക്കും കേട്ടോ, പക്ഷെ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും എന്നെൻ്റെ ചെവിയിൽ പറഞ്ഞു. എനിക്ക് വിഷമം താങ്ങാൻ കഴിഞ്ഞില്ല, ഞാൻ കരഞ്ഞു. പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് അടുത്ത ചെവിയിൽ മറ്റൊരു രഹസ്യം പറഞ്ഞു. അവിടുന്ന് ചോദിച്ചു, അലാ തർലീന അൻ തകൂനി സയ്യിദത നിസാഇൽ മുഅ്മിനീൻ.
മോളെ, എന്നാൽ നിനക്ക് സന്തോഷമാകുന്ന മറ്റൊരു വാർത്ത ഞാൻ പറഞ്ഞുതരാം. നീ നാളെ സ്വർഗത്തിൽ പെണ്ണുങ്ങളുടെ നേതാവായി മാറുന്നത് നിനക്ക് തൃപ്തിയല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ സന്തോഷിച്ച് ചിരിച്ചു എന്നാണ്. ചില റിവായത്തുകളിൽ ആദ്യത്തെ ചെവിയിൽ ഞാൻ വേഗം മരിക്കൂ എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ ചെവിയിൽ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ചേരുന്നത് നീ ആയിരിക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ, നീ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അവർ ചിരിച്ചു എന്നും കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ പറഞ്ഞതുപോലെ നബിതങ്ങൾ റബീഉൽ അവ്വലിനാണല്ലോ നബിതങ്ങൾ വഫാത്താകുന്നത്. അതിനുശേഷം കൃത്യം 6 മാസം കഴിഞ്ഞിട്ട് ഒരു റമദാനിൽ മൂന്ന് റമദാൻ പൂർത്തിയായിട്ട് 4-ാം രാവിൽ ഒരു ചൊവ്വാഴ്ച രാത്രി മഹദി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇമാം ദഹബി റഹിമഹുല്ല വിവരിക്കുന്നുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ല വിവരിക്കുകയാണ്, വഫാത്തിന് മുമ്പ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭയങ്കര ടെൻഷനിൽ. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയായിട്ട് നല്ല ബന്ധമുള്ള സ്ത്രീയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വിവാഹം കഴിക്കുന്ന സമയത്ത് അവർ ഒരുക്കാനൊക്കെ വന്ന സ്ത്രീയാണ്. അവർ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവിനെ വന്ന് കാണുമായിരുന്നു, ആ വിഷമത്തിൽ ഒരു ആശ്വാസം നൽകാൻ വേണ്ടി. ഒരിക്കലും ഞാൻ വരുമ്പോൾ ഫാത്തിമ ബീവി ഭയങ്കര ടെൻഷനിലിരിക്കുന്നു, ഭയങ്കര വിഷമത്തിൽ, എന്തോ ചിന്തയിലിരിക്കുന്നു. ഞാൻ അവരോട് അതിൻ്റെ കാരണത്തെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, ഞാൻ മരിച്ചതിന് ശേഷം എന്നെ മക്ബറയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതിനെന്താ പ്രശ്നം? അപ്പോൾ അന്നത്തെ ഒരു അവസ്ഥ, ജനാസ ഇങ്ങനെ ഒരു പലക പോലത്തെ ഒരു കട്ടിലിൽ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ വെച്ചിട്ട് മേലെ ഒന്നും മൂടാതെ കൊണ്ടുപോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്നെ കഫം പുടവ കൊണ്ട് വലിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് അങ്ങനെ ആണുങ്ങളുടെ മുന്നിൽ മക്ബറയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ആകാര വടിവും ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ മുറുക്കി കെട്ടിയതിൻ്റെ പേരിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ പ്രദർശിതമാകുകയില്ലേ എന്നാലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ സഹിക്കാൻ കഴിയില്ല എന്നാണ്. അല്ലാഹു അക്ബർ. ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ പരമാവധി മുറുകെ പിടിച്ച് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒന്നും കാണിക്കാതെ, ഔറത്ത് വെളിവാക്കാതെ, തൻ്റെ ഉപ്പ പഠിപ്പിച്ചതുപോലെ ഹിജാബും മറ്റും സൂക്ഷ്മത പാലിച്ച് ധരിച്ച് ജീവിച്ച സ്ത്രീ അവസാനം മരിക്കാൻ പോകുമ്പോൾ അതിന് തൊട്ടു മുമ്പ് അവരുടെ ടെൻഷൻ മരിച്ചതിന് ശേഷം തൻ്റെ ഈ തഖ്വ കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചിട്ടാണ്. ശരിക്കും നമ്മൾ ആലോചിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി ഇനി വരാനില്ല. അവരെ പോലെയുള്ള ഫോളോവേഴ്സ് വേറെ ആർക്കാണ്? നമ്മളടക്കം 1400 വർഷങ്ങൾക്ക് ശേഷം കോടാനുകോടി മുസ്ലിമീങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവരെ നെഞ്ചിലേറ്റുന്നു, അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നു, അവരുടെ സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു, അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഈ സ്ത്രീയേക്കാൾ വലിയ സെലിബ്രിറ്റി വേറെ ആരാളുടെ? അവർക്കും അവരുടെ സ്റ്റോറിക്കും കിട്ടിയ ലൈക്സിന് അത്രയും വേറെ ആർക്ക് ലൈക്ക് കിട്ടിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയ ഫോളോവേഴ്സിന് അത്രയും വേറെ ആർക്ക് ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട്? അവരായിരുന്നു ബുദ്ധിമാന്മാർ, അവരായിരുന്നു ബുദ്ധിമതികൾ. റളിയല്ലാഹു അൻഹ വഅർളാ. അവർ ചോദിച്ചത് എന്തു ചെയ്യും? ആ ടെൻഷനിലായിരുന്നു. അപ്പോൾ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതാലോചിച്ചിട്ടാണ് നീ പേടിക്കുന്നത്? അത് പേടിക്കണ്ട. കാരണം നിനക്ക് നിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അബസീനിയയിൽ പോകുമ്പോൾ അവിടെ പ്രത്യേക ഒരു രീതി കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ മയ്യത്ത് കട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ മേലൊക്കെ കുറച്ചിങ്ങനെ മരവും കഷ്ണങ്ങളൊക്കെ മറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു റൗണ്ടാക്കി, എന്നിട്ട് അതിൻ്റെ മേലെ ഇന്നത്തെ മയ്യത്ത് കട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു തുണി ഇങ്ങനെ വിരിച്ചു, മൊത്തത്തിൽ ഇങ്ങനെ മൂടി. ഇത് കണ്ടപ്പോഴത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭയങ്കര സന്തോഷം. മാ അഹ്സന ഹാദാ വ അജ്മല. എന്തൊരു ഭംഗിയാണിത്, എന്തൊരു സൗന്ദര്യമാണിതിന്. എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, എൻ്റെ ടെൻഷൻ നീങ്ങി. ഇനി എന്നെ മയ്യത്ത് കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുമ്പം വേറെ ആരും കാണൂല എന്നവർ പറഞ്ഞ് അവർ സന്തോഷിച്ചു എന്നാണ് റളിയല്ലാഹു അൻഹ വഅർളാ. അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് അവർ വഫാത്താകുന്നത്. ചരിത്രത്തിൽ വരുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിൻ്റെ അന്ന് യഹൂദികൾ ഒരു കോട്ടക്കകത്ത് കയറി അഭയം പ്രാപിച്ചപ്പോഴും അതിൻ്റെ വാതിലൊക്കെ അടച്ച് അതിൻ്റെ ഉള്ളിൽ അവർ കയറി അഭയം പ്രാപിച്ചിരിക്കുക. അപ്പോൾ അവരെ പുറത്തിറക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അദ്ദേഹം നേരെ പോയി ആ കോട്ടയുടെ വലിയ വാതിൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇരുമ്പ് കൊണ്ടുള്ള വലിയ ഗേറ്റ് അദ്ദേഹം ഒറ്റയ്ക്ക് പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് പിഴുതെടുത്തിട്ട് ഒരറ്റ എറിഞ്ഞു എന്നാണ്. ഒരു സഹാബി പറയുന്നുണ്ട്, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ആ ഗേറ്റിനെ ഇരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടി ഞങ്ങൾ 10-40 പേര് ഒന്നിച്ച് പിടിച്ച് പൊക്കാൻ നോക്കിയിട്ട് പൊക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അത്രയും വെയിറ്റുള്ള ഒരു വലിയ കൂറ്റൻ ഗേറ്റിനെ അലി റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് പിഴുതെടുത്ത് വലിച്ചെറിഞ്ഞു. ഇതേ അലി റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് ജനാസ എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബഖീഇലേക്ക് പോകാൻ സമയമായ സമയത്ത് ചുറ്റുമുള്ള ആളുകളോട് പറയുകയാണ്, അഈനൂനി അലാ ഹംലിഹാ, ഈ ജനാസക്കട്ടിലൊന്ന് പൊക്കാൻ വേണ്ടി എന്നെ നിങ്ങളൊന്ന് സഹായിക്കുമെന്ന്. ഒരു വലിയ ഗേറ്റ് ഒറ്റയ്ക്ക് പിഴുതെറിഞ്ഞ് വലിച്ചെറിയാൻ മാത്രം ശക്തിയുള്ള മനുഷ്യൻ
സ്വന്തം ഭാര്യയുടെ ജനാസക്കട്ടിൽ പൊക്കാൻ കഴിയാതെ അശക്തനായി മാറിയെങ്കിൽ അതിൻ്റെ പേരാണ് ദ റിയൽ ലവ്, യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ പ്രണയം, യഥാർത്ഥ ഇഷ്ക്, യഥാർത്ഥ മുഹബത്ത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞതിലേക്ക് വരാം. അവരുടെ വിവാഹം വളരെ ലളിതമായിരുന്നു. അതിനുശേഷമുള്ള അവരുടെ ജീവിതം ദാരിദ്ര്യത്തിൽ മുങ്ങിയതായിരുന്നു, കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇന്നും 1400 വർഷങ്ങൾക്ക് ശേഷവും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ, ഇഷ്കിൻ്റെ, മുഹബത്തിൻ്റെ വിഷയത്തിൽ അവർ നമ്മളെ അസൂയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിനെ തഖ്വ ചെയ്തു, അവൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിതം നയിച്ചു. അതുകൊണ്ട് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യവും മുഹബത്തും ഒരുമയും സ്നേഹവും ഒക്കെ നൽകി. നമ്മൾ ഇന്ന് ആ ഐക്യവും മുഹബത്തും സ്നേഹമൊക്കെ അള്ളാഹ് അല്ലാത്ത ബാക്കിയുള്ളതിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അത് ലഭിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഇനി അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സന്തോഷവും വിജയമൊക്കെ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പൂർണ്ണമായി പിന്തുടരൽ മാത്രമേ നിർവാഹമുള്ളൂ. ഇന്ന് പറയേണ്ടതിൻ്റെ നേരെ പകുതി ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി 3 പേജും കൂടി പറയാനുണ്ടായിരുന്നു. അത് ഈ നമ്മൾ ഹിജ്റ 2-ാം വർഷം ബദർ കഴിഞ്ഞ് തൊട്ടുടനെയുള്ള ഒരു സംഭവം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉഹദ് വരെയുള്ള സംഭവങ്ങൾ ഏകദേശം നമ്മൾ പറഞ്ഞു തീർത്തു. ഉഹദിന് തൊട്ട് മുമ്പായിട്ട് റമളാൻ 15-ന് മറ്റൊരു സംഭവം സംഭവിച്ചു. അതെന്താ? നബി തങ്ങളുടെ വീട്ടിൽ ഈ ഫാത്തിമയുടെയും അലിയുടെയും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിലൂടെ ഒരു പുതിയ ആൺകുഞ്ഞ് പിറന്നു. ആ ആൺകുഞ്ഞായിരുന്നു ഹസൻ ഇബ്ൻ അലി റളിയല്ലാഹു അൻഹു. അവർ ഹിജ്റ 3-ാം വർഷം റമളാനിൻ്റെ 15-ാമത്തെ ദിവസമാണ് അദ്ദേഹം ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സന്തോഷം. കാരണം ഒരു ആൺകുട്ടി കിട്ടണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ 2 ആൺകുട്ടികളെ തന്നെങ്കിൽ രണ്ടുപേരും ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി തങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഫാത്തിമയുടെ വീട്ടിലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, അറൂനി ഇബ്നി, എൻ്റെ മോനൊന്ന് എനിക്ക് കാണിക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മാ സമ്മയ്തുമു, നിങ്ങൾ എന്താ അവന് പേര് വെച്ചേത് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആരെ മകനാ? അലി റളിയല്ലാഹുവിൻ്റെ മകനല്ല, അലി റളിയല്ലാഹു ജോഷിൻ്റെ ആളാണ്. നമ്മൾ നേരത്തെ കേട്ടല്ലോ, വീരശൂര പരാക്രമിയ. അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ അവന് ഹർബ് എന്ന് പേര് വെച്ചു. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം. അലി റളിയല്ലാഹു എന്താ പേര് വെച്ച്? ഹർബ് എന്ന് പേര് വെച്ചു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബൽ ഹുവ ഹസൻ, ഓൻ ഹർബൊന്നുമല്ല, ഓന് ഹസനാണ്. കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ മുഹബത്ത് ഉണ്ടാകുന്ന, നൈർമ്യത ഉണ്ടാകുന്ന, ലോലത ഉണ്ടാകുന്ന ഒരു നല്ല പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു കൊടുത്തു. മഹാന്മാർ പറയുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ ഹസൻ ഹുസൈൻ എന്ന പേര് അതിനു മുമ്പ് ഒരാൾക്കും വെക്കപ്പെട്ടിട്ടില്ല എന്ന്. അള്ളാഹു ആ പേരിനെ ഈ 2 പേർക്കും വേണ്ടി മാത്രം സൂക്ഷിച്ചു വെച്ചതുപോലെ ഉണ്ട്. മുമ്പൊരിക്കലും ഒരു സ്ഥലത്തും ചരിത്രത്തിൽ അങ്ങനെയുള്ള 2 പേര് കേട്ടിട്ടില്ല എന്ന്. മൊത്തം എത്ര മക്കളായിരുന്നു അലി ഫാത്തിമ ദമ്പതികൾക്ക് റളിയല്ലാഹു അൻഹുമ? 2. നമ്മളങ്ങനെ പഠിച്ചത് 2 എന്ന്. ഒന്ന് ഹസൻ, പിന്നെ ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹും, എല്ലാവർക്കും അറിയാം. പിന്നെ 2 പെൺമക്കളുണ്ട്, സൈനബ്, ഉമ്മു കുൽസും. നമുക്ക് ആർക്കും അറിയില്ല. സൈനബ്, ഉമ്മു കുൽസും. പിന്നെ മുഹ്സിൻ എന്ന് പറഞ്ഞൊരു ആൺകുട്ടിയും കൂടി ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറച്ച് ആൾക്കാർ അതുണ്ട് എന്ന് പറയുന്നു ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ. പിന്നെ ആ റിവായത്തുകൾ അത്ര പ്രബലമല്ലാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു കുട്ടി ഇല്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്തിഫാക്കുള്ളത്, യോജിപ്പുള്ളത് എത്ര കുട്ടികളുടെ വിഷയത്തിലാണ്? 4 കുട്ടികൾ. ഇനി അടുത്തൊരു തെറ്റിദ്ധാരണ, ഹസനും ഹുസൈനും ഇരട്ടകളാണെന്ന് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. അതുമല്ല കേട്ടോ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇരട്ടകളല്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച് 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് വീണ്ടും ഫാത്തിമ ബീവി ഗർഭിണിയായി. എന്നിട്ട് പിന്നെ അടുത്ത ഹിജ്റ 4-ാം വർഷമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വരുന്നത്. ഒരുപാട് നല്ല നല്ല സംഭവങ്ങളുണ്ട്. അടുത്ത ആഴ്ച ആണെങ്കിൽ നമുക്ക് ഉഹദിനെ കുറിച്ച് പറയാൻ വേണം. ഉഹദിലേക്ക് കിടക്കണ്ടേ? ഇൻഷാ അല്ലാഹ്. കൊടുക്കാൻ സമയമില്ല, 22-നല്ലേ? ഇന്ന് ഏതായാലും നിർത്താം. നോക്കിയിട്ട് അടുത്ത ആഴ്ച പറയാൻ പറ്റുമെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രം കുറച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നേരെ ഉഹദിലേക്ക് കിടക്കാം. നമ്മൾ മശൂറ ചെയ്ത് തീരുമാനിക്കാം ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.